ഹലോ ഫ്രണ്ട്സ്, കേരള കാസിന്റെ മറ്റു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയാണല്ലോ കേട്ടോ. നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് 2019 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ZXi എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ പെട്രോൾ മാനുവൽ ഓപ്ഷൻ ഒരു വാഹനമാണ് നമ്മൾ നോക്കാൻ വന്നിരിക്കുന്നത്. നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. അതിന് ചെറിയ ഒരു കാര്യം നിങ്ങൾ ഓർപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടെങ്കിൽ കേരള കാർസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലും നമ്മൾ ചെയ്യുന്ന പോലെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഈ വാഹനത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഇതിൻ്റെ ഓണറായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാൻ വേണ്ട അവരുടെ കോൺടാക്ട് നമ്പർ അടക്കം ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ ഒരു ഇതിൽ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും തീർന്നിരിക്കും. താഴെ സ്ക്രോളിംഗ് കാണിക്കുന്ന എൻ്റെ പേഴ്സണൽ നമ്പറാണ്. അത് ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളോ വസ്തുക്കളൊക്കെ വിൽക്കാണെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാം. അതായത് ചാനലിൽ പരസ്യം കൊടുക്കാൻ ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ്. ഈ വാഹനത്തിന്റെ ഓണർ നമ്പർ നമ്മൾ ഇതിന്റെ വില പറയുന്ന ഭാഗത്ത് വീഡിയോയുടെ ഇടയിൽ സ്ക്രീനകത്ത് വലുതാക്കി കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിന്റെ ഓണർ നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിലയുടെ കേസിൽ എന്തെങ്കിലും ബാർഗനിങ്ങോ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഫോട്ടോസോ പേപ്പേഴ്സിന്റെ കോപ്പിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഓണറായിട്ട് തന്നെ നേരിട്ട് സംസാരിച്ച് ഒരു തരത്തിലുള്ള കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് നൽകാതെ നിങ്ങൾക്ക് ഈ വാഹനമൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ വന്നിരിക്കുന്ന 2019 മോഡൽ മാരുതി സുസുക്കിയുടെ ZXi പെട്രോൾ മാനുവൽ ഓപ്ഷൻ വാഹനത്തിന്റെ പേപ്പറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 2019 വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഡേറ്റും ഡെലിവറി ഡേറ്റും വരുന്നത്. പുതിയ ഇൻഷുറൻസ് ആണ് വാഹനത്തിന് നിലവിൽ ഉള്ളത്. ആദ്യം തന്നെ നമ്മൾ വാഹനത്തിന്റെ ഫ്രണ്ട് വശം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലായിരിക്കും. ഫ്രണ്ടിൽ അങ്ങനെ കാര്യമായ റീപ്ലേസ്മെന്റോ എക്സ്ട്രാ ഫിറ്റിംഗ്സോ ഒന്നും തന്നെ കയറിയിട്ടില്ല. എല്ലാം ഒരു ഒറിജിനാലിറ്റിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ZXi ആയതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ ഫ്രണ്ടിൽ ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം കമ്പനി കൊടുക്കുന്നതിനാണ്. അതിലും മാറ്റങ്ങളൊന്നും തന്നെ വരത്തില്ല. ഫ്രണ്ടിലെ ഗ്ലാസും റീപ്ലേസ്ഡ് അല്ല എന്ന് നമുക്ക് എടുത്ത് പറയാം. വാഹനത്തിന്റെ വശങ്ങളിലേക്ക് വരുമ്പോൾ നല്ലൊരു ഒറിജിനാലിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് വശങ്ങൾ കാണാൻ സാധിച്ചില്ല. ഒരു തരത്തിലുള്ള റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വാഹനത്തിന്റെ വശങ്ങളിൽ കയറിയതായിട്ട് നമുക്ക് നോക്കിയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു വശത്തിൽ തന്നെ റൈറ്റ് സൈഡിൽ തന്നെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്ഡ് അല്ല എന്ന് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. വാഹനത്തിന്റെ ഇടതുവശം നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ വലതുവശം കണ്ട ഒരു ക്വാളിറ്റിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു വശത്തും തന്നെ ഒരു തരത്തിലുള്ള റീപ്ലേസ്മെന്റോ റീപെയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല. നമ്മുടെ വാഹനം ചെക്ക് ചെയ്യാൻ വേണ്ടി അൽക്കോമീറ്റർ ഒക്കെ വെച്ച് ചെക്ക് ചെയ്തായിരുന്നു. ചെറിയ 1-2 സ്ക്രാച്ചുകൾ, അതിപ്പോൾ ഒരു 3 വർഷം പഴക്കം ചെന്ന വാഹനമല്ല, അതിൻ്റെതായ ലെവലിൽ ചെറിയ സ്ക്രാച്ചുകൾ മാത്രമേ നമുക്ക് ഈ ഒരു വശത്താണെങ്കിൽ നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ. വാഹനത്തിന്റെ പുറകുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ പുറകിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ നമ്മൾ മറ്റു വശങ്ങളുണ്ട് അതൊരു ക്വാളിറ്റി തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല. പക്ഷെ പുറകിലെ ഗ്ലാസ് റീപ്ലേസ് ആണ് കേട്ടോ. അത് നമ്മുടെ അൽക്കോമീറ്റർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ റീപ്ലേസ് ആയിട്ട് കണ്ടിരുന്നു. പക്ഷെ എവിടെയും തന്നെ കണ്ടോ വാഹനത്തിന് നമ്മൾ എവിടെയും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എവിടെയും തന്നെ നമുക്ക് റീപെയിന്റ് അടിച്ചായിട്ടൊന്നും തന്നെ നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെക്ക് ചെയ്തിരുന്നു. എവിടെ തന്നെ പേസ്റ്റ് പൊട്ടിക്കുക കാര്യങ്ങളൊന്നും തന്നെ ബൂട്ടിൽ ചെയ്തു. വാഹനത്തിന്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ZXi വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് കീലെസ് എൻട്രി വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ്സ് എന്നിവ വരുന്നുണ്ട്. വാഹനത്തിന്റെ ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ചെറിയ സ്ക്രാച്ചുകൾ, ഒരു മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള നെഗറ്റീവോ എക്സ്ട്രാ ഫിറ്റിംഗ്സോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വാഹനത്തിന്റെ ഡാഷ്ബോർഡ് ഇരിക്കുന്നതെന്ന് പറയാം. കൂടാതെ തന്നെ AC വിൻഡോകൾക്കാണെങ്കിൽ തന്നെ ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. വാഹനത്തിന്റെ സീറ്റ് കവറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു കമ്പനി കൊടുക്കുന്ന ഒരു ഒറിജിനൽ സീറ്റ് കവർ തന്നെയാണ് ഇരിക്കുന്നത്. അതിനൊരു തരത്തിലുള്ള കീറുള്ള പിന്നുകളോ ഒന്നും തന്നെ ഡ്രൈവർ സൈഡോ കോ ഡ്രൈവർ സൈഡോ നോക്കിയിട്ട് നമുക്ക് കണ്ടിട്ടില്ല. നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വാഹനത്തിന്റെ സീറ്റ് കവർ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. പുറകുവശത്ത് തന്നെ നമ്മൾ സീറ്റ് കവർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിലെ സീറ്റ് കവർ ഉണ്ട് അതേ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വൃത്തിയിലിരിക്കുന്ന ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ്. അവിടെ നമുക്ക് ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അടിവശത്താണെങ്കിലും തന്നെ എല്ലാം വീൽ സ്പാനർ ജാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. കൂടാതെ വാഹനത്തിന്റെ സ്റ്റെപ്പിനി ടയർ നോക്കുകയാണെങ്കിൽ ഒരു മൊട്ടയായ ടയറാണ്. നമ്മൾ അത്ര നല്ലൊരു ഗുഡ് ടയർ എന്നൊന്നും പറയാമല്ല, അത്യാവശ്യം യൂസ് ചെയ്യാം. ഒരു എമർജൻസി ഘട്ടത്തിലൊക്കെ പെട്ടാൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണ് വാഹനത്തിന്റെ സ്റ്റെപ്പിന് ഇരിക്കുന്നത്. വാഹനത്തിന്റെ റൂഫിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു മാക്സിമം AC ഒക്കെ ഇട്ട് യൂസ് ചെയ്യേണ്ടായിരിക്കും. നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് റൂഫ് ഭാഗം ഇരിക്കുന്നത്. നിലവിൽ ആ ഒരു വശത്ത് നമുക്ക് ഒരു തരത്തിൽ നെഗറ്റീവ് ഒന്നും തന്നെ പറയാനില്ല. ഈ വാഹനത്തിന്റെ മീറ്റർ റീഡിംഗ് നോക്കുകയാണെങ്കിൽ 52,598 കിലോമീറ്റർ ഓടിയിട്ടുള്ള മീറ്റർ റീഡിംഗ് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ ജെന്യൂൻ കിലോമീറ്റർ തന്നെയാണ് കേട്ടോ. അതിന്റെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന്റെ AC കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. വണ്ടി ഉണ്ടോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ ഒരു പെട്രോൾ വണ്ടിയാണ്, നമുക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നല്ലൊരു സൈലന്റ് ആണ്. വാഹനം റൈസ് സിമ്പിൾ ആണെങ്കിൽ തന്നെ വേറെ നോയ്സോളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇങ്ങോട്ട് കയറുന്നൊന്നുമില്ല. നമുക്കിനി വാഹനത്തിന്റെ AC ഓൺ ചെയ്യാം. ഞാൻ വാഹനത്തിന്റെ AC ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൂള് ഓക്കെ, ലോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ വാഹനത്തിന്റെ AC ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വാഹനം അത്യാവശ്യം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. നമ്മൾ പക്ക സർവീസും കാര്യങ്ങളൊക്കെ പോയിന്റ് തന്നെ ആയിരിക്കും. നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് ആ ഭാഗത്താണെങ്കിൽ നെഗറ്റീവും തന്നെ തോന്നിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വേറെ ഇതിനകത്ത് വേറെ വാണിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ കത്തി കിടക്കുന്നൊന്നുമില്ല. വാഹനം എന്താ പറയുക, നമുക്ക് ഡ്രൈവ് ചെയ്യാനാണെങ്കിൽ നല്ലൊരു കംഫർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റി നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്ത സമയത്താണ് കിട്ടിയിട്ടുണ്ട്. AC ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ടാണ് എനിക്കിത് സെൽഫായിട്ട് ഡ്രൈവ് ചെയ്ത് കാണിക്കാൻ പറ്റാത്തത്. നമുക്ക് വേറെ അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തന്നെ എനിക്ക് ഡ്രൈവ് ചെയ്തപ്പോൾ തോന്നിയില്ല. ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളെല്ലാം പക്ക പ്രോപ്പർ തന്നെയാണ്. ബ്രേക്കിന്റെ ഭാഗങ്ങളിൽ നമുക്ക് അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തന്നെ തോന്നിയിട്ടില്ല.
മൊത്തത്തിൽ ഓൾമോസ്റ്റ് നമ്മൾ ഇതുവരെ പുറമെ കണ്ട ഒരു ക്വാളിറ്റിയൊക്കെ തന്നെ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്ത സമയത്തും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ നിങ്ങൾ വണ്ടിയുടെ നല്ല നല്ല വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ. വാഹനത്തിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ നെഗറ്റീവ് എന്ന് പറഞ്ഞെടുത്ത് കാണിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഈ വാഹനത്തിൻ്റെ ബാക്കി ടയറിൻ്റെ കണ്ടീഷൻ കാര്യങ്ങൾ അത് ലെഞ്ച് റൂം നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഞാൻ അതിന് മുമ്പ് ചെറിയൊരു കാര്യം ഞാൻ നിങ്ങൾ ഓർപ്പിക്കട്ടെ. ഈ വാഹനത്തിന് ഈ 2019 സ്വിഫ്റ്റ് ZXi പെട്രോൾ മാനുവൽ ഓപ്ഷൻ വാഹനത്തിന് അവർ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 6,30,000 രൂപ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 6,30 എന്ന് പറയുന്നത് ഒരിക്കലും ഇതിൻ്റെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് അല്ല കേട്ടോ. അത് എത്രമാത്രം കുറയും, അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഫോട്ടോസോ പേപ്പേഴ്സോ വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഓണറായിട്ട് തന്നെ ബാക്കി സംസാരിക്കണം. അതിന് ഇതിൻ്റെ ഓണർ നമ്പറാണ് പിന്നെ അത് സ്ക്രീനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി വിലയുടെ കേസിൽ എന്തെങ്കിലും ബാർഗനിങ് എന്തുണ്ടെങ്കിലും നിങ്ങൾ അവരായിട്ട് തന്നെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണത്തിട്ട് എടുക്കാം. അപ്പോൾ ഈ വാഹനമൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് മേടിക്കുന്നതിന് ഒരു തരത്തിലുള്ള കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ കേരള കാസ് നൽകുന്നുണ്ടല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വാഹനങ്ങളൊന്നും വിലയുടെ കേസിലും ഫൈനലായിട്ടൊരു ഡിസിഷൻ നമുക്ക് പറയാൻ സാധിക്കട്ടെ. പലപ്പോഴും അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് മറുപടി കൊടുക്കാത്തതും അതുകൊണ്ടാണ്. ഒരുപക്ഷെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയുടെ താഴെ പലരും കമൻറ്റ് ചെയ്ത് കാണാറുണ്ട്, എൻ്റെ കയ്യിൽ ഇതേ വാഹനം ഇതിലും കുറഞ്ഞ വിലയ്ക്കുണ്ട്, അല്ലെങ്കിൽ അവിടെ കിട്ടും ഇവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഒരുപക്ഷെ ഇതേ വാഹനമോ അല്ലെങ്കിൽ ഇതേ മോഡൽ വേറെ വല്ല വാഹനങ്ങളൊക്കെ കുറഞ്ഞ വിലയ്ക്കൊക്കെ നിങ്ങൾ കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ ഓണറുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ട ആളുടെ നമ്പറും കൂടി കൂട്ടി കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരാൾക്ക് എങ്ങനെ 10 രൂപ കുറച്ചൊരു വാഹനം കിട്ടുന്നു അത്രയും നല്ലത് എന്ന് കരുതുന്ന വ്യക്തിയാണ് ഞാൻ. നമുക്ക് എന്തെങ്കിലും ദേഷ്യം ഞാൻ എന്തെങ്കിലും നെഗറ്റീവായിട്ട് കരുതുന്നു കരുതി ആരും തന്നെ നമ്പർ ഉൾപ്പെടുത്താതിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു തരത്തിലുള്ള ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഒന്നും തന്നെ നമ്മൾ കേരള കാസിൻ്റെ ഭാഗത്ത് നിന്ന് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുമ്പോഴും കൂടുതലായിട്ട് എല്ലാം ചെക്ക് ചെയ്ത് കാര്യങ്ങൾ ഉറപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയെത്തി നിങ്ങൾക്ക് തന്നെ വാഹനത്തിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ 4 വീലും അലോയ് വീലാണ് വരുന്നത്. സ്റ്റെപ്പിന് പിന്നെ നോർമൽ ഡ്രമ്മാണ് വരുന്നത്. ഇതിൻ്റെ 5 വീലും സ്റ്റെപ്പിനടക്കം 5 വീലും നമുക്ക് കിടക്കുന്ന ഒരു ആവറേജ് കണ്ടീഷനിൽ കിടക്കുന്ന ടയർ എന്ന് പറയാൻ പറ്റുള്ളൂ. അത്യാവശ്യം മൊട്ട ആവാനായിട്ടുണ്ട്. 4 ടയർ മാറുന്നതായിരിക്കും നല്ലത്. വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു എഞ്ചിൻ ഭാഗം എന്ന് പറയാം. ഒരു പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വർഷവും നേരിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെയും തന്നെ നമുക്ക് ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഒരു തരത്തിലുള്ള വയറിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ കട്ട് ചെയ്ത് കൊടുത്തായിട്ടോ എക്സ്ട്രാ വയറിട്ടായിട്ടോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല. കൂടാതെ വാഹനത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള അപ്രോണിൽ എവിടെ തന്നെ പേസ്റ്റ് പൊട്ടിക്കുക അല്ലെങ്കിൽ റീപെയിൻറ്റ് ചെയ്യുക വേറെ പാച്ച് വർക്ക് എടുക്കുക ഒന്നും തന്നെ ചെയ്തില്ല. നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാം. നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വാഹനം നിലവിലിരിക്കുന്നത്. പ്രത്യേകിച്ചാണെങ്കിൽ തന്നെ ക്രോസ് ബമ്പറും കാര്യങ്ങളും ഒന്നും തന്നെ റീപ്ലേസ്ഡ് അല്ല എന്ന് നമുക്കറിയാം. കൂടാതെ നമ്മൾ ഇവിടെ തന്നെ അൽക്കോമീറ്ററും കാര്യങ്ങളൊക്കെ വെച്ച് ചെക്ക് ചെയ്തായിരുന്നു. നമുക്കും തന്നെ ഒരു തരത്തിലുള്ള നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ എഞ്ചിൻ റൂമിൽ ഭാഗത്താണ് കണ്ടില്ല. മൊത്തത്തിൽ ഇത്രയും യൂസ് ചെയ്തതിൻ്റെ ലെവലിൽ ചെറുതായിട്ടൊക്കെ പൊടി അടിച്ച പാടുകൾ കാണാം. നന്നായിട്ട് പൊടി അടിച്ചിട്ടുണ്ട്. ഒന്ന് ഈ ഇൻറ്റീരിയർ ക്ലീനിങ് ഒക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതൊന്ന് ഡ്രൈ ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ വണ്ടിയുടെ നല്ല വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. വാഹനത്തിൽ നമുക്ക് നെഗറ്റീവ് എന്ന് പറയാനൊന്നുമില്ല. നമ്മളിപ്പോൾ എടുത്താൽ ചെറുതായിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യിപ്പിക്കണം. ചെറിയ ലെവലിൽ പൊടിയൊക്കെ ചളിയൊക്കെ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ അത്യാവശ്യം നല്ലൊരു ഷോറൂം കണ്ടീഷൻ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. കൂടാതെ ഞാൻ ആദ്യമേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞ പോലെ തന്നെ ചെറിയ സ്ക്രാച്ചുകളൊക്കെ നമുക്ക് അങ്ങനെ അടിവശത്തൊക്കെ ആയിട്ട് ബമ്പറിൻ്റെ കോർണർ കൂടെയൊക്കെ ചെറിയ സ്ക്രാച്ചുകൾ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ പുറകിലെ ഡോറിൻ്റെ അവിടെയൊക്കെ ഉണ്ടോ അവരവിടെ ചെറുതായിട്ടൊക്കെ വരുന്നതിൻ്റെ സ്ക്രാച്ചുകളുണ്ട്. അവിടെ തന്നെ പെയിൻറ്റ് പോകുക അല്ലെങ്കിൽ റീപെയിൻറ്റ് ടച്ച് ചെയ്യുകയും തന്നെ ചെയ്തില്ല. അതൊക്കെ ഒന്ന് വൃത്തിയാക്കാവുന്നത് തന്നെ ഉള്ളൂ. വേറെ അങ്ങനെ ഒരു തരത്തിലെ നെഗറ്റീവോ കാര്യങ്ങളോ തന്നെ കണ്ടില്ല. പിന്നെ ഈ വാഹനത്തിൻ്റെ പുറകിലെ ഗ്ലാസ് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞു. അതും അവിടെ റീപെയിൻറ്റ് തന്നെ കണ്ടില്ല. ഞാൻ അൽക്കോമീറ്റർ വെച്ച് നിങ്ങൾക്ക് കാണിച്ചല്ലോ. ഇവിടെ തന്നെ റീപെയിൻറ്റ് കണ്ടില്ല. അത് വേറെ എന്തെങ്കിലും കാരണത്താൽ ചിലപ്പോൾ വല്ല കല്ലടിച്ച് എന്തെങ്കിലും മാറിയതായിരിക്കും. അതും ഹിസ്റ്ററിയിൽ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്ന തന്നെയാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ. ഞാൻ വന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപക്ഷെ ഞാൻ നോക്കി ഇഷ്ടപ്പെട്ടൊന്നും വരാറില്ല. പിന്നെ വാഹനങ്ങളുടെ കേസിലാണെങ്കിൽ ഒരു തരത്തിലുള്ള ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഒന്നും തന്നെ നമ്മൾ കേരള കാസിൻ്റെ ഭാഗത്ത് നിന്ന് നൽകുന്നില്ല. കാരണം ഇതൊക്കെ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. ചിലപ്പോൾ വീഡിയോ കണ്ടിട്ടും നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഒത്തിരി ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും വന്ന് കാണുന്നത്. അപ്പോൾ അതിൻ്റെതായ ലെവലിൽ അതിനകത്ത് എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളൊക്കെ സാധിക്കാനുള്ള അവസരങ്ങളുണ്ട്. കാരണം ഇതൊക്കെ നെറ്റിലും ബോൾട്ടിലും ഓടുന്ന വാഹനമാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഗ്യാരണ്ടി വാറണ്ടി തന്നെ നമ്മൾ നൽകുന്നില്ല. അപ്പോൾ നിങ്ങൾ വാഹനം എടുക്കാൻ പോകുമ്പോഴും നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു മെക്കാനിക്കിനെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഓടിച്ച് നോക്കി ചെക്ക് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് വാഹനങ്ങൾ എടുക്കാവുന്നതാണ്. ഈ വാഹനങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് മേടിക്കുന്നതിന് ഒരു തരത്തിലുള്ള കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ വിലയുടെ കേസിൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വില ഒരിക്കലും ഇതിൻ്റെ ഫിക്സഡ് ആയിട്ടുള്ള റേറ്റില്ല. അപ്പോൾ അത് എത്രമാത്രം കുറയും അതുപോലെ തന്നെ ഇനി കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഓണറായിട്ട് തന്നെ സംസാരിക്കുക. ഓണറുടെ നമ്പർ നമ്മൾ വീഡിയോയുടെ ഇടയിൽ സ്ക്രീനകത്ത് വലുതാക്കി കാണിച്ചാണ്. താഴെ സ്ക്രോളിൽ കാണിക്കുന്ന ഇതുപോലെ നിങ്ങളുടെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ വഴി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് താഴെ സ്ക്രോളിങ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് സൂചിപ്പിക്കണം. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് പലരും നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പലരും എന്നോട് പറയുമ്പോൾ അവരുടെ വണ്ടി ഇതുപോലെ എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട് അല്ലെങ്കിൽ അത് ഷോറൂമിനൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, ഞാൻ വന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ അത് എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റീപെയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ എന്തെങ്കിലും മേജർ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും, ഗ്ലാസ് റീപ്ലേസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ പലരും അതൊരു ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കിയിട്ട് അത് പറയാതെ വീഡിയോ ചെയ്ത് തരുമോ, അത് വന്ന് കാണുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ അത് അത്ര വില ചോദിക്കുമ്പോൾ അതായി പോകില്ലേ എന്നൊക്കെ പറഞ്ഞ് പലരും കംപ്ലൈൻറ്റ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുകയാണ്, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ നെഗറ്റീവ് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ എന്നെ വിളിക്കാതിരിക്കുക. കാരണം നമ്മൾ ഇതുവരെ ചാനൽ ചെയ്യുന്നതല്ല, ഞാൻ വന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ അല്ലെങ്കിൽ റീപ്ലേസ് എവിടെ ഉണ്ടോ എല്ലാം നോക്കി
അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതല്ലാതെ അത് പറയാതൊരു എന്താ ഒളിച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടി കാര്യങ്ങൾ ചെയ്യുന്നില്ല. പിന്നെ വണ്ടി വിറ്റ എത്ര പെർസെൻറ്റേജ് എനിക്ക് കമ്മീഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതെന്നുള്ളൊരു പരിപാടിയില്ല. നമ്മളിപ്പോൾ വന്ന് വീഡിയോ ചെയ്യുന്നതിന് ഇപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂർ ചാലക്കുടിയാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന എൻ്റെ ട്രാവലിംഗ് എക്സ്പെൻസ് കാര്യങ്ങൾ എന്താണ് അങ്ങനെ ചെറിയൊരു എമൗണ്ട് മാത്രമേ നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ മേടിക്കുന്നുള്ളൂ. അതും കേരളത്തിൻ്റെ ഉള്ളിൽ എവിടെയാണെങ്കിലും അത് ഏത് ജില്ലയിലാണെങ്കിലും നമ്മൾ വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൂടാതെ നമ്മൾ ഇവിടെ നാട്ടിൽ നമ്മൾ ഇടനില നിന്നുള്ള ഒരു വണ്ടി കച്ചവടം സ്ഥല കച്ചവടം കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മൾ പുറത്ത് പോയിട്ട് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് ഇപ്പോൾ ഡൽഹി, യു പി, ഹരിയാന, പഞ്ചാബിലൊക്കെ പോയിട്ട് അവിടുന്ന് നല്ല വാഹനങ്ങൾ പ്രീമിയം കാർസും അല്ലാത്ത നോർമൽ ചെറു വാഹനങ്ങളൊക്കെ എടുത്ത് നമ്മൾ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അതിന് നമ്മൾ ചെറിയ കമ്മീഷനും കാര്യങ്ങളും മേടിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇതിനു മുമ്പത്തെ നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ കിടക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ കയറി കേരള കാർസ് അടിച്ച് വീഡിയോ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും വാഹനങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്ന് ഞാൻ പറയുന്നതായിരിക്കും. ഈ വരുന്ന 26-ാം തീയതി അതായത് ഫെബ്രുവരി 26, 2024 നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. ഒരു 3 കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് 3 വാഹനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വരും ദിവസങ്ങൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും വീഡിയോസൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി എൻ്റെ ചാനൽ കേരള കാർസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളത് കൂടുതലായിട്ട് എന്തെങ്കിലും ഉൾപ്പെടുത്താനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ വരും ദിവസങ്ങൾ അങ്ങനെ തെറ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.